ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. മോക്ക് ടെസ്റ്റാണ് നോക്കുന്നത്. വരുന്ന എക്സാമുകൾ അത് LDC ആയാലും ശരി LGSനായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, ഒരു പ്രത്യേക ദിശയിൽ വസ്തുക്കൾക്കുണ്ടാകുന്ന സ്ഥാനമാറ്റം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു പ്രത്യേക ദിശയിൽ വസ്തുക്കൾക്കുണ്ടാകുന്ന സ്ഥാനമാറ്റം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ സ്ഥാനാന്തരം. ഒരു പ്രത്യേക ദിശയിൽ വസ്തുക്കൾക്കുണ്ടാകുന്ന സ്ഥാനമാറ്റം അറിയപ്പെടുന്നത് സ്ഥാനാന്തരം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എന്ത്? പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എന്ത്? ആൻസർ മീറ്റർ പെർ സെക്കൻഡ്. പ്രവേഗത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത്, യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ വിളിക്കുന്ന പേരെന്ത്? യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ വിളിക്കുന്ന പേര്. ആൻസർ പ്രവേഗം. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ വിളിക്കുന്നത് പ്രവേഗം എന്നാണ്. അടുത്തത്, ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമം ഏതാണ്? ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമം ഏത്? ആൻസർ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമമാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. അടുത്തത്, ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ആൻസർ സർ ഐസക് ന്യൂട്ടൺ. ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് സർ ഐസക് ന്യൂട്ടൺ. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ സമചലനത്തിനോ മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേരെന്ത്? ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ സമചലനത്തിനോ മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേരെന്ത്? ആൻസർ ജഡത്വം. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ സമചലനത്തിനോ മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേരാണ് ജഡത്വം. അടുത്തത്, അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? ആൻസർ ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. അടുത്തത്, പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏത്? പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏത്? ആൻസർ ന്യൂക്ലിയർ ബലം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലമാണ് ന്യൂക്ലിയർ ബലം. അടുത്തത്, പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏത്? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏത്? ആൻസർ ഗുരുത്വാകർഷണ ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഗുരുത്വാകർഷണ ബലം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയർ ബലമാണ്. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം എന്നറിയപ്പെടുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. അടുത്തത്, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ അക്യൂസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനശാഖ അറിയപ്പെടുന്നത് അക്യൂസ്റ്റിക്സ് എന്നാണ്. അടുത്തത്, ശബ്ദം ഉണ്ടാക്കുന്ന വസ്തുവിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ശബ്ദമുണ്ടാക്കുന്ന വസ്തുവിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാക്കുന്ന കമ്പനങ്ങളുടെ എണ്ണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ആവർത്തി. ശബ്ദമുണ്ടാക്കുന്ന വസ്തുവിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവർത്തി. അടുത്തത്, മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്ര? മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്ര? ആൻസർ 20 ഹെർട്സ് മുതൽ 20 ഹെർട്സ് വരെ, അല്ലെങ്കിൽ 20,000 ഹെർട്സ് വരെ. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൻ്റെ പരിധിയാണ് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. അടുത്തത്, ആവർത്തിയുടെ യൂണിറ്റ് എന്ത്? ആവർത്തിയുടെ യൂണിറ്റ് എന്ത്? ആൻസർ ഹെർട്സ്. ആവർത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. അടുത്തത്, ശബ്ദത്തിൻ്റെ പ്രതിധ്വനി അളന്ന് സമുദ്രങ്ങളുടെയും മറ്റും ആഴം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ശബ്ദത്തിൻ്റെ പ്രതിധ്വനി അളന്ന് സമുദ്രങ്ങളുടെയും മറ്റും ആഴം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ആൻസർ സോണാർ. ശബ്ദത്തിൻ്റെ പ്രതിധ്വനി അളന്ന് സമുദ്രങ്ങളുടെയും മറ്റും ആഴം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. അടുത്തത്, മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗം ഏത്? മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗം ഏത്? ആൻസർ ലാറിങ്സ്. മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗമാണ് ലാറിങ്സ്. അടുത്തത്, പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ കാറ്റക്കോസ്റ്റിക്സ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കാറ്റക്കോസ്റ്റിക്സ് എന്നാണ്. അടുത്തത്,
കേൾവി ശക്തി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? കേൾവി ശക്തി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ആൻസർ ഓഡിയോമീറ്റർ. കേൾവി ശക്തി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ. അടുത്തത്, പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഫോട്ടോൺ. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം അറിയപ്പെടുന്നത് ഫോട്ടോൺ എന്ന പേരിലാണ്. അടുത്തത്, പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ആര്? ആൻസർ ക്രിസ്റ്റ്യൻ ഹൈജൻസ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. അടുത്തത്, വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആൻസർ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ല്. വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ല്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫിസിക്സുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത്. മോക്ക് ടെസ്റ്റാണ്. നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം.